ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ലോ അപ്ലൈ ടു ദി ഫ്ലോ പ്രോസസ്സാണ്. ഒരു ഫ്ലോ പ്രോസസ്സിൽ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ള സംഭവമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പേ എന്താണ് കൺട്രോൾ വോളിയം നമുക്ക് നോക്കണം. കൺട്രോൾ വോളിയം എന്താണെന്ന് ഒരു വട്ടം പറഞ്ഞതാണ്, എങ്കിലും എന്താണ് ഫോർ എനി സിസ്റ്റം ആൻഡ് ഇൻ എനി പ്രോസസ് ദി ഫസ്റ്റ് ലോ ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെയാണ് Q is equal to delta E plus W എന്ന് എഴുതാൻ പറ്റും. where E represent all form of energy stored in the system. For a pure substance എന്താണ് E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EK plus EP plus U എന്ന് എഴുതാൻ പറ്റും. EK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൈനറ്റിക് എനർജി, EP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ദി റെസിഡുവൽ എനർജി സ്റ്റോർഡ് ഇൻ ദി മോളിക്കുലർ. അപ്പോൾ നമുക്ക് Q is equal to എങ്ങനെ എഴുതാൻ പറ്റും? Q is equal to delta EK plus delta EP plus delta U plus W എന്ന് എഴുതാൻ പറ്റും. When there is a mass transfer across the system boundary, system is called an open system. Most of the engineering devices are open system involving the flow of fluids through them. Equation 5.1 equation refers to a system having a particular mass of substance and it is free to move from place to place. Consider a steam turbine. ഈ ഫിഗറിലുള്ള ഇതൊരു സ്റ്റീം ടർബൈൻ ആണെന്ന് കൺസിഡർ ഈ സ്റ്റീം turbine consider ചെയ്യാം, in which steam enters at a high pressure, does work upon the turbine rotor and then leaves the turbine at low pressure through the exhaust pipe. ഇതിലൂടെ എന്ത് ചെയ്യുന്നു? സ്റ്റീം ഇൻലെറ്റ് ആവുന്നു, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, അതുപോലെ എക്സോസ്റ്റ് പൈപ്പ് 2 എന്നുള്ള എക്സോസ്റ്റ് പൈപ്പിലൂടെ അത് എക്സോസ്റ്റ് ചെയ്യുന്നു. If a certain mass of steam is considered as a thermodynamic system, then the energy equation become എന്താണ്? Q is equal to delta EK plus delta EP plus delta U plus W എന്ന് നമുക്ക് എഴുതാൻ പറ്റും. And in order to analyze the expansion process in turbine, the moving system is to be followed as it travels through the turbine, taking into account the work and heat interactions all the way through. This method of analysis is similar to that of Lagrange in fluid mechanics. Fluid mechanics Lagrange method പോലെ തന്നെയാണ് ഇതും. Although system approaches is quite valid, there is another approach which is found to be highly convenient ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്. എന്താണ് മെത്തേഡ്? ഇൻസ്റ്റെഡ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് അറ്റൻഷൻ അപ്പോൺ എ സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്, ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് which constitute a moving system in a flow process, attention is focused upon a certain fixed region in the space called control volume. ഇതിൽ ഈ ഡോട്ട് ഇട്ട സ്ഥലം കണ്ടോ, ഇത്രയും സ്പേസിലോട്ട് നമ്മൾ അറ്റൻഷൻ എടുക്കും. അതായത് ഫ്ലൂയിഡിനെ ഫോളോ ചെയ്യുന്നതിന് പകരം ആ ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. ഏരിയയെ നമ്മൾ കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. ത്രൂ വിച്ച് മൂവിങ് സബ്സ്റ്റൻസ് ഫോളോസ്. ദിസ് ഈസ് സിമിലർ ടു അനാലിസിസ് ഓഫ് ഓയിലേഴ്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഓയിലർ അനാലിസിസ് പോലെ തന്നെയാണ് ഇതും. ടു ഡിസ്റ്റിംഗ്വിഷ് ദിസ് ടു കോൺസെപ്റ്റ് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് while the system അതായത് ക്ലോസ്ഡ് boundary usually changes shape, position and orientation relative to the observer, the control volume boundary remains fixed and unaltered. കൺട്രോൾ വോളിയം എന്താണ്? എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി കൺട്രോൾ വോളിയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറില്ല. അഗെയിൻ while matters usually cross the control volume boundary, no such flow occurs across the system boundary. സിസ്റ്റം ബൗണ്ടറിയുടെ പുറത്ത് ഫ്ലോ നടക്കില്ല എന്നർത്ഥം. അത് പറഞ്ഞാൽ ബ്രോക്കൺ ലൈനാണ് കൺട്രോൾ സർഫസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ് സ്റ്റഡി ഫ്ലോ പ്രോസസ് എന്നാണ്. സ്റ്റഡി ഫ്ലോ മീൻസ് എന്താണ്? ദാറ്റ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസ് ആൻഡ് എനർജി അക്രോസ് ദി കൺട്രോൾ സർഫസ് ആർ കോൺസ്റ്റൻറ്റ്. നമ്മളിവിടെ എടുത്ത ഈ കൺട്രോൾ സർഫസിലൂടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാസും എനർജി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഫ്ലോനെയാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അറ്റ് ദി സ്റ്റഡി സ്റ്റേറ്റ് of a system, any thermodynamic property will have a fixed value at a particular location and will not alter with time. അതായത് ഒരു ഫിക്സഡ് സ്റ്റേറ്റിൽ എന്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിന് ഫിക്സഡ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, ടൈം അനുസരിച്ച് മാറില്ല. അടുത്താണ് ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഇതിലോട്ട് കടക്കുന്നത്. മാസ് ബാലൻസ് ആൻഡ് എനർജി ബാലൻസ് ഇൻ എ സിംപ്ലി സ്റ്റഡി ഫ്ലോ പ്രോസസ്സ്. ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൻ്റെ മാസ് ബാലൻസും അതുപോലെ തന്നെ എനർജി ബാലൻസുമാണ്. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, സ്റ്റഡി ഫ്ലോ പ്രോസസ്സിനുള്ളൊരു ഫിഗർ. ഇതിലെന്താണ്, ഈ 1 എന്ന് പറഞ്ഞ ഇൻലെറ്റാണ്, 2 എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റാണ്. ഒരു സ്റ്റഡി ഫ്ലോ ഡിവൈസ് ആണ്. 1 എന്ത് ചെയ്യും, ഫ്ലോ ഇൻലെറ്റ് ചെയ്യും. ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, 2 അത് പുറത്തോട്ട് പോകും. ഇതാണ് ഡാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം സ്പേസ്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. A1 A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്റ്റീം. A1 A2. അടുത്ത W1 W2, സ്മോൾ W1 W2 പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ആണ്, കിലോഗ്രാം പെർ സെക്കൻഡ്. P1 P2 എന്ന് പറഞ്ഞെങ്കിൽ പ്രഷർ അബ്സല്യൂട്ട് പ്രഷറാണ്. അടുത്ത് സ്മോൾ V1 V2 എന്ന് പറഞ്ഞെങ്കിൽ സ്പെസിഫിക് വോളിയം ആണ്. U1 U2 എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജിയാണ്. ക്യാപിറ്റൽ V1 V2 എന്ന് പറഞ്ഞെങ്കിൽ വെലോസിറ്റി ആണ്. Z1 Z2 എന്ന് പറഞ്ഞെങ്കിൽ എലിവേഷൻ എബോവ് ആൻ ആർബിട്രറി ഡാറ്റ. ഇതാണ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് 1 ഹൈറ്റാണ് Z1, 2 ഹൈറ്റാണ് Z2 എന്ന് പറയുന്നത്. dQ/dt dτ ആണ്. dτ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദി കൺട്രോൾ സർഫസ്. അതുപോലെ dWx/dτ എന്ന് പറയുന്നെങ്കിൽ നെറ്റ് റേറ്റ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ത്രൂ ദി കൺട്രോൾ സർഫസ് ആണ്. ടോ എന്ന് പറയുന്നെങ്കിൽ ടൈമാണ്. സബ്സ്ക്രിപ്റ്റ് 1 and 2 റെഫേഴ്സ് ടു ദി എന്താണ്, ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ്. ഇത്രയാണ് അതിലെ ടേംസ് ഉള്ളത്. ഇനി നമുക്ക് ആദ്യം മാസ് ബാലൻസ് എന്താണെന്ന് നോക്കാം. ബൈ ദി കൺസർവേഷൻ ഓഫ് മാസ്, ഇഫ് ദർ ഈസ് നോ അക്യുമുലേഷൻ ഓഫ് മാസ് വിത്തിൻ ദി കൺട്രോൾ വോളിയം, ദി മാസ് ഫ്ലോ റേറ്റ് എൻട്രിങ് മസ്റ്റ് ബി ഈക്വൽ ടു എന്താണ്, മാസ് ഫ്ലോ റേറ്റ് ലീവിങ് ആയിരിക്കണം. മാസ് ഫ്ലോ റേറ്റ് എൻട്രി നമ്മൾ ഫ്ലൂയിഡ് പഠിച്ചതന്നെ, മാസ് ഫ്ലോ റേറ്റ് എൻട്രിങ് ഇസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ലീവിങ് ആയിരിക്കും. അതായത് W1 is equal to W2 എന്ന് എഴുതാം. ഓർ നമുക്ക് എന്തെഴുതാം, A1 V1 by V1 is equal to A2 V2 by V2 എന്ന് എഴുതാം. ഈ V1 എന്ന് പറഞ്ഞെങ്കിൽ വെലോസിറ്റിയും ഈ V1 എന്ന് പറഞ്ഞെങ്കിൽ സ്പെസിഫിക് വോളിയമാണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത്, മാസ് ബാലൻസ്. ബാലൻസ് ഭയങ്കര സിമ്പിളാണ്. A1 V1 by V1 is equal to A2 V2 by V2 എന്ന് എഴുതാൻ പറ്റും. ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നിങ്ങൾ പഠിച്ചാണ് FML. അടുത്താണ് ഇമ്പോർട്ടൻ്റ്, എനർജി ബാലൻസ്. In a flow process, the work transfer may be 2 types, the external work and the flow work. The external work refers to all the work transfer across the control surface other than that due to normal fluid forces. In engineering thermodynamics, the only kinds of external works of importance are shear അല്ലെങ്കിൽ ഷാഫ്റ്റ്, സ്ട്രിങ് വർക്ക്, ഷാഫ്റ്റ് ഓർ സ്ട്രിങ് വർക്ക് എന്ന് പറയും, ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക്. In figure 5.2, the only external work occurs in the form of shaft work. ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഓൺലി എക്സ്റ്റേണൽ വർക്ക് ഏതാ നടക്കുന്നത്, ഈ ഷാഫ്റ്റ് വർക്ക് മാത്രമാണ് നടക്കുന്നത്. ഷാഫ്റ്റ് വർക്ക് നമ്മൾ WX എന്ന് ഇട്ടെന്ന് വിചാരിക്കും. ദി ഫ്ലോ വർക്ക് ആസ് ഡിസ്കസ്ഡ് ഇൻ സെക്ഷൻ 3.4, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫ്ലോ വർക്കിനെ പറ്റി. ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഡൺ ബൈ ദി ഫ്ലൂയിഡ് of mass dm1 at the inlet section 1 and that of mass dm2 at the exit section 2, which are എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ P1 V1 dm1 ആണോ, അതുപോലെ തന്നെ P2 V2 dm2 ആയിരിക്കും. ഫസ്റ്റ് വർക്ക് എന്താണ്, നെഗറ്റീവ് ആണ്, ടു ദി സിസ്റ്റം ആയതുകൊണ്ട്, ബൈ സിസ്റ്റം ആയതുകൊണ്ട് രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് P2 V2 dm2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പോസിറ്റീവ് ആണ്. Therefore, the total work transfer is given by എന്താണ്, ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ W എന്ന് പറഞ്ഞെങ്കിൽ WX ഏത് നമ്മുടെ ഷാഫ്റ്റ് വർക്ക് മൈനസ് P1 V1 dm1 പ്ലസ് P2 V2 dm2. ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള വർക്ക്. ഇത് ഷാഫ്റ്റ് വർക്ക്, ഇത് രണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക്. ഇൻ ദി റേറ്റ് ഫോം എന്താണ്, dW/dτ എന്ന് പറഞ്ഞെങ്കിൽ dWx/dt മൈനസ് P1 V1 dm1/dt പ്ലസ് P2 V2 dm2/dt എന്ന് കിട്ടും. ഓർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, dW/dt is equal to dWx/dt മൈനസ് W1 P1 V1 പ്ലസ് W2 P2 V2 എന്ന് എഴുതാൻ പറ്റും. dm1/dt എന്ന് പറയുന്നത് എന്താണ്, മാസ് ഫ്ലോ റേറ്റ് ആണ് അല്ലേ. മാസ് ഫ്ലോ റേറ്റ് നമ്മൾ W1 W2 എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് W1 W2 എന്ന് എഴുതി. സിൻസ് ദർ ഈസ് നോ അക്യുമുലേഷൻ ഓഫ് എനർജി, ബൈ ദി കൺസർവേഷൻ ഓഫ് എനർജി, ദി ടോട്ടൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഓൾ എനർജി സ്ട്രീംസ് എൻട്രിങ് ദി കൺട്രോൾ വോളിയം മസ്റ്റ്
equal to the rate of flow of all energy streams leaving the control volume. This may be expressed in the following equation. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കൺസർവേഷൻ എനർജി പ്രകാരം ടോട്ടൽ എനർജി എൻട്രിങ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലീവിങ് ആയിരിക്കണം. അപ്പോൾ W1 പ്ലസ് dQ/dt ഇസ് ഈക്വൽ ടു W2 പ്ലസ് dW/dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ dW/dt ഫ്രം ഇക്വേഷൻ 5.4. ഈ dW/dt എന്നുള്ളതിൻ്റെ ഈ ഇക്വേഷൻ dWx/dt മൈനസ് W1P1V1 പ്ലസ് W2P2V2 എന്നുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ dW/dt എന്നുള്ളതിനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? W1 പ്ലസ് dQ/dt is equal to W2 പ്ലസ് dWx/dt മൈനസ് W1P1V1 പ്ലസ് W2P2V2 എന്ന് കിട്ടും. സോ W1 പ്ലസ് W1P1V1 പ്ലസ് dQ/dt is equal to W2 പ്ലസ് W2P2V2 പ്ലസ് dWx/dt എന്ന് കിട്ടും. 1 എന്നുള്ളതൊക്കെ ഒരു ഭാഗത്തേക്കും 2 എന്നുള്ളതൊക്കെ ഒരു ഭാഗത്തേക്കും എഴുതി. ഇതിൽ എന്താണ്? ഇതിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ല. E1 E2 റെഫർ ടു ദി എനർജി ക്യാരിയഡ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി കൺട്രോൾ വോളിയം വിത്ത് യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ്. ഇതാണ് എന്ന് പറയുന്നത്. സ്പെസിഫിക് എനർജി ഈസ് ഗിവൺ ബൈ എങ്ങനെ കണ്ടുപിടിക്കാം? EK EP ആൻഡ് പ്ലസ് U ആണ്. സ്പെസിഫിക് എനർജി ആയതുകൊണ്ട് കൈനറ്റിക് എനർജി പറഞ്ഞെങ്കിൽ സാധാരണ ഹാഫ് mv² ആണ് വരെ. സ്പെസിഫിക് ആയതുകൊണ്ട് ഹാഫ് v² എന്ന് കിട്ടും. പ്ലസ് EP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ZG എന്ന് കിട്ടും. പ്ലസ് U എന്ന് കിട്ടും. U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ എനർജി തന്നെ. നമ്മൾ എന്നുള്ള സാധനത്തിന് E1 എന്നുള്ളിടത്ത് ഈ സാധനം E1 എന്നുള്ളിടത്ത് EK1 എന്ന് കൊടുത്തിട്ട് ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി എക്സ്പ്രഷൻ ഫോർ ഇൻ ഇക്വേഷൻ 5.5. ഈ ഇക്വേഷനിൽ എന്നുള്ളതിന് ഈ സാധനം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? W1 ഇൻറ്റു V1² പ്ലസ് Z1G പ്ലസ് U1 പ്ലസ് W1P1 പ്ലസ് dQ/dt is equal to W2 ഇൻറ്റു V2² പ്ലസ് Z2G പ്ലസ് U2 പ്ലസ് W2P2V2 പ്ലസ് dWx/dt എന്ന് കിട്ടും. ഓർ നമുക്ക് എന്ത് കിട്ടും? U പ്ലസ് PV എന്നുള്ള സംഭവമില്ലേ? U1 പ്ലസ് P1V1 എന്നുള്ള സാധനം U പ്ലസ് PV is equal to H എന്താൽപ്പിയാണെന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ W1 ഇൻറ്റു H1 എന്ന് എഴുതാം. ഇവിടെ H1 പ്ലസ് W1² പ്ലസ് Z1G പ്ലസ് dQ/dt is equal to W2 ഇൻറ്റു H2 പ്ലസ് V2² പ്ലസ് Z2G പ്ലസ് dWx/dt എന്ന് എഴുതാൻ പറ്റും. എന്താ എഴുതി നമ്മൾ? U പ്ലസ് PV എന്നുള്ളതിനെ നമ്മൾ H എന്ന് എഴുതി. ഈ ഇക്വേഷനും ഈ ഓർ എന്നുള്ള എഴുതിയ ഇക്വേഷനില്ലേ, ഈ ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഇക്വേഷനും, ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആൻഡ് സിൻസ് W1 is equal to W2, let W is equal to W1 is equal to W2. W1 W2 സെയിം ആണ്, മാസ് ഫ്ലോ റേറ്റ് സെയിം ആണ്. ഈക്വൽ ടു എന്താണ്? dm/dt ആണെങ്കിൽ ഡിവൈഡിങ് ഇക്വേഷൻ 5.7, ഈ 5.7നെ dm/dt വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനലായിട്ട് H1 പ്ലസ് V1² പ്ലസ് Z1G പ്ലസ് dQ/dm എന്ന് പറയണമെങ്കിൽ ഈക്വൽ ടു H2 പ്ലസ് V2² പ്ലസ് Z2G പ്ലസ് dmx/dm എന്ന് കിട്ടും. ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഇക്വേഷനും പഠിക്കണം. ഇക്വേഷൻ 5.7 ആൻഡ് 5.8, ഈ ഇക്വേഷനും 5.7 അതുപോലെ തന്നെ 5.8, ഈ രണ്ട് ഇക്വേഷൻസ് ആർ നോൺ ആസ് എന്താണ്? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, SFEE എന്നറിയപ്പെടും. ഫോർ എ സിംഗിൾ സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് എ സിംഗിൾ സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ദി കൺട്രോൾ വോളിയം ആൻഡ് single fluid stream leaving. All the terms in equation 5.8 represent energy flow per unit mass of fluid, where the terms in equation 5.8 represent energy flow per unit time. ഈ ഇക്വേഷനിൽ യൂണിറ്റ് ടൈമിലാണ് സംഭവങ്ങളൊക്കെ ഉള്ളത്, ബൈ ടി ആയിരിക്കും. ഈ ഇക്വേഷനിൽ എന്താണ്? ബൈ യൂണിറ്റ് മാസ് ആയിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നീടുള്ള മോർ ദാൻ 1 ഫ്ലോസ് വരുമ്പോഴാണ് അതിന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളത് ചെയ്യാറില്ല, സിംഗിൾ ഫ്ലോ മാത്രമേ ചെയ്യാറുള്ളൂ. മോർ ദാൻ 1 ഫ്ലോ വരുമ്പോഴുള്ള ഇക്വേഷൻ മാസ് ബാലൻസ് ഇങ്ങനെയായിരിക്കും, എനർജി ബാലൻസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, നമ്മൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല. അടുത്ത എക്സാമ്പിൾ ഓഫ് സ്റ്റഡി ഫ്ലോ പ്രോസസ്സാണ്. സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ.
ഫസ്റ്റത്തെ നോസിൽ ഓർ ഡിഫ്യൂസറാണ്. നോസിലാണ് ഡിഫ്യൂസർ. എ നോസിൽ ഈസ് എ ഡിവൈസ് വിച്ച് ഇൻക്രീസസ് ദി വെലോസിറ്റി ഓഫ് ഓർ കൈനറ്റിക് എനർജി ഓഫ് എ ഫ്ലൂയിഡ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഇറ്റ്സ് പ്രഷർ ഡ്രോപ്പ്. പ്രഷർ ഡ്രോപ്പ് കുറച്ചിട്ട് കൈനറ്റിക് എനർജി കൂട്ടുന്ന ഡിവൈസാണ് എന്ത് നോസിൽ എന്ന് പറയുന്നത്. വേറെ ഡിഫ്യൂസർ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ദി പ്രഷർ ആൻഡ് ഡിക്രീസ് ദി കൈനറ്റിക് എനർജി. ഫിഗർ 5.4 ഷോസ് എ നോസിൽ. ഒരു നോസിലുണ്ട് വിച്ച് ഇസ് ഇൻസുലേറ്റഡ്. ഇത് ഇൻസുലേറ്റർ കേട്ടോ, അതാണ് ഈ സംഭവം. ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോസിലുണ്ട്. ദി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഓഫ് കൺട്രോൾ സർഫസ് ഗിവൺ ബൈ എന്താണ്? h1 plus v1 square by 2 plus h1g plus dq by dm is equal to h2 plus v2 square by 2 plus h2g plus dmx by dwx by dm എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഹിയർ നോസിലിന് എന്താണ്? dq by dm ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്? 0 ആണ്. അതുപോലെ തന്നെ വർക്ക് ഡൺ വേറെ എന്തെങ്കിലും വർക്ക് ഡൺ ഉണ്ടോ? ഇല്ല, അതും 0 ആണ്. അപ്പോൾ dq by dm 0 ആണ്, dwx by dm 0 ആണ്. ആൻഡ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾസോ 0. അപ്പോൾ എന്താ ഇക്വേഷൻ റെഡ്യൂസ് ടു എന്ത് കിട്ടും നമുക്ക്? ഈ രണ്ട് ടേംസും 0 ആയിട്ടുണ്ടെങ്കിൽ h1 പ്ലസ് v1 സ്ക്വയർ ബൈ 2 പ്ലസ് ഈക്വൽ ടു h2 പ്ലസ് v2 സ്ക്വയർ ബൈ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈക്വൽ ടു w is equal to a1 v1 by v1 is equal to a2 v2 by v2 എന്ന് എഴുതാൻ പറ്റും. when the inlet velocity or the velocity approach v1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വെലോസിറ്റി എന്തായിരിക്കും? വെരി സ്മോൾ കമ്പയർഡ് ടു v2 ആയിരിക്കും. v2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ v1 വളരെ ചെറുതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 5.14 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? h1 ഈക്വൽ ടു ഈ ടൈം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ഈ ടൈം നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ h1 ഈക്വൽ ടു h2 പ്ലസ് v2 സ്ക്വയർ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് v2 ഈക്വൽ ടു 2 ഇൻറ്റു h1 മൈനസ് h2 എന്ന് എഴുതാൻ പറ്റും. ഇക്വേഷൻ 5.14 നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ 5.15 രണ്ടും ഹോൾഡ് ഗുഡ് ഫോർ ഡിഫ്യൂസർ ആസ് വെൽ. ഇത് രണ്ടും എന്താണ്? ഡിഫ്യൂസറിന് വർക്ക് ചെയ്യും കേട്ടോ. അതാണ് എന്ത് നോസിലിൻ്റെ SFE അപ്ലൈ ചെയ്തു. അടുത്ത ത്രോട്ട്ലിംഗ് ഡിവൈസ്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ത്രോട്ട്ലിംഗ് ഡിവൈസിന് അപ്ലൈ തന്നെ എന്ത് സംഭവിക്കാൻ നോക്കാം. വെൻ എ ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ എ constricted passage like a partially open valve, an orifice or a porous plug, there is an appreciable drop in pressure and the flow is said to be throttled. Figure shows the process of throttling by a partially opened valve on a fluid flow in an insulated pipe. In the steady flow energy equation, അപ്പോൾ ഇതാണ് ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസ്. ഒരു പാർഷ്യലി ഓപ്പൺ വാൾവാണ്. ഇത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻലെറ്റ് 1 എന്നുള്ള ഇൻലെറ്റ്, 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്ലെറ്റ്. ഇവിടെ എന്താണ്? dq by dm എന്ന് പറയുന്ന ടേം 0 ആണ്. അതുപോലെ dwx by dm എന്നുള്ള ടേമും 0 ആണ്. ബാക്കി എന്താ ഉള്ളത്? h1 പ്ലസ് v1 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു h2 പ്ലസ് v2 സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ് നമ്മളെ SFEയിൽ ഉണ്ടായിരിക്കുക. Often the pipe velocities is throttled are so low that kinetic energy terms are also negligible. അപ്പോൾ kinetic energy termസും എന്താണ്? നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? വെലോസിറ്റി വളരെ ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? h1 ഈക്വൽ ടു h2 എന്ന് കിട്ടും. ഓർ എന്ന് മനസ്സിലാക്കാം, ദി എൻതാൽപ്പി ഓഫ് ദി ഫ്ലൂയിഡ് ബിഫോർ ത്രോട്ട്ലിംഗ് ഈസ് ഈക്വൽ ടു ദി എൻതാൽപ്പി ഓഫ് ദി ഫ്ലൂയിഡ് ആഫ്റ്റർ ത്രോട്ട്ലിംഗ്. എൻതാൽപ്പി ഈസ് ദി എനർജി of a flowing fluid per unit mass, so no energy is imparted to or rejected from the fluid during the throttling process. Its enthalpy remains same. അപ്പോൾ ഇതിന് എന്ത് കിട്ടും? ത്രോട്ട്ലിംഗ് ഡിവൈസിന് h1 = h2 എന്നാണ് SFE നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അടുത്ത ടർബൈൻ ആൻഡ് കംപ്രസറാണ്. ടർബൈൻ ആൻഡ് engine give positive power output where compressor and pumps are എന്താണ്? required power output ആണ്. ടർബൈൻ നമുക്ക് പവർ ഔട്ട്പുട്ട് തരും, പക്ഷേ എന്താണ്? പമ്പും കംപ്രസറും നമ്മൾ പവർ അങ്ങോട്ട് കൊടുക്കണം. ഫോർ എ ടർബൈൻ ഈ ഫിഗറിൽ കാണിക്കുന്ന ടർബൈൻ ഇത് ഇൻസുലേറ്റഡ് ആണ്. ഈ 1 എന്നുള്ളിടത്തുകൂടെ ഇൻലെറ്റ് ആണ്, 2 എന്നുള്ളിടത്ത് കൂടെ എക്സോസ്റ്റ് ആണ്. which is well insulated, the flow velocities are often small and kinetic energy terms can be neglected. ഫ്ലോ വെലോസിറ്റി വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് കൈനറ്റിക് എനർജി ടേംസ്
നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ദി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ദെൻ ബിക്കംസ് എന്ത് കിട്ടും, H1 = H2 + dW/dm എന്ന് കിട്ടും. ഓർ ഡിഫറൻഷ്യൽ ടേം ഒഴിവാക്കുകയാണെങ്കിൽ Wx/m = H1 - H2 എന്ന് കിട്ടും. ഇറ്റ് ഈസ് സീൻ ദാറ്റ് വർക്ക് ഈസ് ഡൺ ബൈ ദി ഫ്ലൂയിഡ് അറ്റ് ദി എക്സ്പെൻസസ് ഓഫ് എൻതാൽപ്പി. എൻതാൽപ്പീനെ വെച്ചിട്ടാണ് വർക്ക് ഉണ്ടാവുന്നത്. സിമിലർലി ഫോർ എൻ അഡിയാബാറ്റിക് പമ്പ് ഓർ കംപ്രസർ വർക്ക് ഡൺ അപ്പോൺ ദി ഫ്ലൂയിഡ് ആൻഡ് W ഈസ് നെഗറ്റീവ്. ഫ്ലൂയിഡിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എന്ത് കിട്ടും, W ടേം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് H1 = H2 എന്ത് കിട്ടും, H1 = H2 മൈനസ് ആയിരിക്കും. നേരത്തെ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയിരിക്കും. H1 = H2 - Wx/m എന്ന് കിട്ടും. ഇതെന്തിനാണ്, പമ്പിനാണ് കേട്ടോ. ഇതിവിടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ടർബൈനാണ്. പമ്പിനാകുമ്പോൾ ഇവിടെ W ടേം മൈനസ് ആയിരിക്കും. ഓർ Wx/m എന്നുള്ള ടേം എന്തായിരിക്കും, H2 - H1 എന്ന് എഴുതാൻ പറ്റും. The enthalpy of the fluid increases by the amount of work input. വർക്ക് ഇൻപുട്ട് ചെയ്യുമ്പം എൻതാൽപ്പി ടേംസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് വരുന്നത്. എ ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫ്ലൂയിഡ് ടു അനദർ. നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ലാബിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റേഡിയേറ്ററൊക്കെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്, വണ്ടിയുടെ റേഡിയേറ്ററൊക്കെ. ഫിഗർ ഷോസ്, ഇതാണ് ഫിഗർ. വേർ ഷോസ് എ സ്റ്റീം, ഇതൊരു സ്റ്റീം കണ്ടൻസർ ആട്ടോ. വേർ സ്റ്റീം കണ്ടൻസേഴ്സ് ഔട്ട്സൈഡ് ദി ട്യൂബ്സ് ആൻഡ് കൂളിംഗ് വാട്ടർ ഫ്ലോ ത്രൂ ദി ട്യൂബ്സ്. ദി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ ദി CS gives എന്താണ്, WC H1 + WS H2 = WC H3 + WS H4 എന്ന് എഴുതാൻ പറ്റും. WC എന്ന് പറയണമെങ്കിൽ ഇവിടുത്തെ കേട്ടോ, WS എന്ന് പറയണമെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തേലുള്ള സംഭവം WS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കൂൾ വാട്ടറാണ്, ഇതെന്താണ്, S എന്ന് പറയണമെങ്കിൽ സ്റ്റീമാണ്, സ്റ്റീം കണ്ടൻസറാണ്. അതാണ് ഈ സിയും എസ് കേട്ടോ. ഓർ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും, WS എന്ന് പറയണമെങ്കിൽ H2 - H4 = WC = H3 - H1 എന്ന് എഴുതാൻ പറ്റും. Here the kinetic energy and potential energy terms are considered small. അതുകൊണ്ട് എന്താണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടേംസ് ഇല്ല. There is no external work done. എക്സ്റ്റേണൽ വർക്ക് എന്തെങ്കിലും ഇതിലോട്ട് ചെയ്തിട്ടുണ്ടോ, ഇല്ല. And energy exchanges in the form of heat is confined only between the two fluids. അതുകൊണ്ട് എന്താണ്, there is no external heat interaction or heat loss. ഹീറ്റ് ഇൻട്രാക്ഷനോ ഹീറ്റ് ലോസോ ഒന്നുമില്ല. ഓക്കെ, ഇത് സൂപ്പർ ഹീറ്ററാണ്, ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, WS × H2 - H4 = WC × H3 - H1 എന്ന് എഴുതാം. ഇത്രയും സംഭവമാണ് ഉള്ളത്. അടുത്തത്